പുറത്തത്തെ വ്യൂ. അടിപൊളി വ്യൂ ആണ്. ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് 10 days ആയി. ഇതുവരെ കോളേജിലേക്ക് പോയിട്ടില്ല, അതായത് യൂണിവേഴ്സിറ്റിക്ക് പോയിട്ടില്ല. ഇതെൻ്റെ ഡോമാണ്. എനിക്കൊരു വെൽക്കം കിറ്റ് തരും, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വെൽക്കം കിറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതൊക്കെ തുറക്കുമ്പോഴേക്കും സീനാണ്. സോനവിടെ ഗൈസ്, ഇതാണ് എൻ്റെ ബിൽഡിംഗ് 70-72. കീ സൂക്ഷിച്ച് വെക്കണം. എവിടെ അതാ അവിടെ വെയിറ്റ് ചെയ്യണു, അതാണോ എന്ന് എനിക്കറിയില്ല. അതാണ് തോന്നുന്നു. സോ ഗൈസ്, വെൽക്കം കിറ്റ് വാങ്ങിക്കാൻ പോവാണ്. സോ ഇപ്പം എത്ര ഉണ്ടാവും ടെമ്പറേച്ചർ? ഇപ്പോൾ ഒരു 6 ഡിഗ്രിയാണ്. സോ അതാണ് ഇവിടുത്തെ അവസ്ഥ. സോ എല്ലാവരും കൂടെ ഇത് വാങ്ങിക്കാൻ പോവാണ്, വെൽക്കം കിറ്റ്. ഗോ. ആ ബിൽഡിംഗ്, അവിടെ ഒരു ബിൽഡിംഗ് കണ്ടോ? ആ ബിൽഡിംഗ് ആണെന്നാ തോന്നുന്നത്. നമുക്ക് നോക്കാം, എനിക്കറിയില്ല. ടീഷർട്ടൊക്കെ കിട്ടുന്ന പറഞ്ഞ. സോ പോയി നോക്കാം എന്തൊക്കെ കിട്ടുന്നുള്ളത്. എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ട്. സോ ഗൈസ്, വോയിസ് കേൾക്കുന്നുണ്ടോ അറിയില്ല. ഇത് കണ്ടില്ലേ, എന്തൊക്കെയോ ഇവിടെ ഉണ്ട് വണ്ടികൾ. സോ ആ ബിൽഡിംഗ് ആണെന്നാണ് പറയുന്നത്. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ, ഇതെല്ലാം നമ്മുടെ ഓരോ കോളേജിൻ്റെ ഓരോരോ ബ്ലോക്സ് ആണ് കേട്ടോ. ഇതായിക്കോട്ടെ എല്ലാം എന്താണെന്നുള്ളതൊന്നും കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ ഇതൊക്കെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ നമ്മുടെ നമുക്ക് ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കാൻ പറ്റും. ഇതെല്ലാം കോളേജിൻ്റെ തന്നെയാണ്. ഇവിടെയാണ് മെയിൻ എന്താ പറയുക, സ്റ്റുഡൻറ്റ് ഇൻ വർക്ക് എന്ന് പറയുക. അതായത് ഇപ്പോൾ എൻ്റെ ഡോമൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്ത്. ഡോമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതൊക്കെ ഇവിടെ തന്നെയാണ്. സോ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും, അവിടെ വെച്ചിട്ടുണ്ട് സ്റ്റുഡൻറ്റ് ഇൻ വർക്ക്. ഇതാണ് നമ്മുടെ റൂം അവരൊക്കെ പ്രൊവൈഡ് ചെയ്യണം. സോ ഞങ്ങൾക്ക് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ആൻഡ് ഇവിടെ ഇപ്പോൾ വെയിലുണ്ട്, പക്ഷേ വെയിലൊക്കെ വെറുതെ ഒരു ഫോർമാലിറ്റി ആണ് കേട്ടോ. ഈ സണ്ണൊക്കെ ലൈക്ക് നല്ല തണുപ്പുണ്ട്, അതൊക്കെ വെറുതെ ഈ സണ്ണ് ഇങ്ങനെ വന്നിട്ട് പോകും. ചൂടൊന്നുമില്ല, ഇവിടെ നല്ല തണുപ്പ് തന്നെയാണ്. സോ ഇവർക്കൊക്കെ അറിയുന്ന വിചാരിക്കുന്നു, ഞാൻ ജസ്റ്റ് ഇവരുടെ കൂടെ പോകും. സോ ഇതൊക്കെ ഓരോരോ ബിൽഡിംഗ് ആണ്. ഉണ്ടല്ലേ, VSN Chemnitz. സോ ആദ്യം നമ്മൾ കിറ്റ് വാങ്ങിക്കുക, എന്നിട്ട് നമ്മൾ ട്രാമ്പിലെ യൂണിവേഴ്സിറ്റിക്ക് പോകുക എന്നുള്ളതാണ് പ്ലാൻ. അവിടെ പോയിട്ട് എന്നാൽ അവിടെ നിന്ന് ക്യാൻറ്റീൻ എന്തെങ്കിലും കഴിക്കാം. സ്റ്റുഡൻസിന് ഓഫറൊക്കെ ഉണ്ട്. സോ കയ്യിൽ കാർഡ് ഉണ്ടെങ്കിൽ വലിയ സീനില്ല. സ്റ്റുഡൻസ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഓഫറായിരിക്കും എല്ലാവിടെയും. സോ ഈ ബിൽഡിങ്ങിലാണ് ഞാൻ വന്നത് എൻ്റെ ഡോം സെറ്റാക്കാൻ വേണ്ടിയിട്ട്. സോ കണ്ടില്ലേ, സ്റ്റുഡൻറ്റ് ഇൻ വർക്ക് എന്ന് എഴുതിയിട്ടില്ലേ അവിടെ. സോ ഇവിടെ വന്നാലാണ് ബേസിക്കലി നമുക്ക് നമ്മുടെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ശരിയായത്. കോളേജിൻ്റെ ഇവിടെയാണ് ഞാൻ വന്ന് സെറ്റാക്കിയത്. സോ ഇതാണ് ആ റൂം.
കറക്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ പറയുന്നത് നമ്മുടെ കോളേജ് ലീവ് ഒന്നുമില്ല. ഇതെന്താണ് ശരിക്കും നമ്മുടെ ആ കോഴ്സിന്റെ? സോ ഗൈസ് ഇതാണ് ഇത് ഈ ICS മെയിൻ ബിൽഡിംഗ് ആണ്. ഇവിടെ കണ്ട എല്ലാവരും ഇവിടെ നിൽക്കണം. അല്ലല്ല വെറുതെ പറയല്ലോ. ഓട്ടോമാറ്റിക്കാ അല്ല. ഇന്ന് തിങ്കളാഴ്ച തുറക്കുന്നില്ല, വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഉണ്ടല്ലേ ട്രാം. പിന്നെ അല്ല, എഡിറ്റ് ചെയ്യാതെ എന്താ പരിപാടി? ഗൂഗിളിലെടുത്ത് 2 വാക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട് ജർമ്മനി? സോ ഗൈസ് ഇവിടെ ഓപ്പൺ ആയിട്ടില്ല, ഇനിയും എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റാണ് എല്ലാവരും ഇവിടെ. നിങ്ങളല്ല ഡോറ് തന്നെ നോക്കിയത്. ഇത്ര ഉണ്ടായിരുന്നു. യെസ് കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട് ഉള്ളിൽ. സോ ഗൈസ് ഇതാണ് ICSൻ്റെ ബിൽഡിംഗ്. അതായത് ഇപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കോഴ്സിന് ഓരോരോ ബിൽഡിംഗ് ആണ്. ഇപ്പം ഞങ്ങളുടെ ബിൽഡിംഗ് ഇവിടെയല്ല, ഇത് ICS എന്ന് പറഞ്ഞൊരു കോഴ്സിൻ്റെ ബിൽഡിംഗ് ആണ്. TU Chemnitz. നമ്മളിങ്ങനെ പുറത്ത് ഇതൊന്നും തുറക്കില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കണ്ടായിരുന്നു. ഒരാൾ വന്ന് സിമ്പിളായി തുറന്നിട്ട് പോയി. സോ പിന്നെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരി കാണിക്കാം. ശരി 2 വാക്കുകൾ പറയും. ഇല്ല നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കാണിക്കാം. ഓ സോ ഗൈസ് ഫൈനലി കണ്ടുപിടിച്ചു. ഇതാണ് റൂം നമ്പർ. ഇവിടെയാണ് കിറ്റ് തരിക. സോ ലെറ്റ്സ് ഗോ ആൻഡ് ബൈ ദ കിറ്റ്. ഓക്കെ, സോ ഓരോ ആൾക്കാർക്കാക്കി കിറ്റ് തരികയാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. പേരോ പെറ്റോ എൻ്റെ കയ്യിലൊന്നുമില്ല കേട്ടോ. അല്ല ID കാർഡ് ഉണ്ട്, പേരൊന്നും ഇങ്ങനെ വിളിക്കുന്നത്. സോ ഗൈസ് എന്താ പറയുക, എല്ലാവരുടെയും ID കാർഡ് കയ്യിൽ വേണം. അപ്പോൾ ID കാർഡ് നമുക്ക് പുറത്തെടുക്കാം. എന്നിട്ട് Ich kenne German, Deutsch. ഫസ്റ്റ് ഡേ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. പെട്ടെന്ന് ഇത് എന്താണ്? സോ ഗൈസ് ഫൈനലി കാർഡ് എടുത്തിരിക്കുകയാണ്. ഈ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിറ്റ് തരും എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത്. ഈ ഒരു സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഹ്യൂജാണ്, സൂപ്പറായിട്ടുണ്ട്. സോ ആലോചിച്ച് നോക്കൂ, ഓരോരോ നമ്മുടെ അവിടെയുണ്ട് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ ഓരോരോ കോഴ്സിന് ഓരോരോ ബിൽഡിംഗ് ആണ്. സോ ഈ ഒരു കോഴ്സിൻ്റെ ഒരു കംപ്ലീറ്റ് ബിൽഡിംഗ് ഒരു കോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് ഇതിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല അല്ലേ, കാരണം ഇപ്പോൾ എല്ലാം ഓൺലൈനാണ്. ഈ സെമിസ്റ്റർ ഫുൾ ഓൺലൈനാണ്. സോ ഈ കാർഡ് വെച്ചിട്ട് നമുക്കിപ്പോൾ കിറ്റ് തരുന്നതായിരിക്കും. നമുക്ക് നോക്കാം. സ്പെഷ്യൽ ഓഫർ. ഓ ഗൈസ്, ഇത് ആക്ച്വലി ഒരു കടയാണ് ഇവിടെ ശരിക്കും. യൂണി ഷോപ്പ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഷോപ്പാണിത്. ഇവിടെ
TUCയുടെ ടീഷർട്സ് ഒക്കെ കിട്ടും. എന്താ അതില്ലേ, കോളേജിൻ്റെ ഉള്ളിൽ കട വേറെ ലെവല് കണ്ടില്ലേ. ഇവിടെ നമ്മുടെ കോളേജിൻ്റെ തന്നെ ബ്രാൻഡിങ്ങുള്ള ടീഷർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളതാണ്. സോ ഗൈസ് ഫൈനലി കിറ്റ് കിട്ടിയിരിക്കുന്നു. ഡാങ്ക്. എന്നിട്ട് ഇവിടെ ഫ്രണ്ട്സൊക്കെ സെറ്റായോ? ആ, അപ്പം നല്ല എക്സ്പീരിയൻസ് കിട്ടും, കുഴപ്പമില്ല. സോ കിറ്റ് ഫൈനലി കിട്ടിയിരിക്കുകയാണ്. ശരി, അപ്പോൾ നമ്മളെന്താ പരിപാടി? നമ്മൾ പോകണോ അല്ല കോളേജ് കാണാൻ പോണെന്നുണ്ടെങ്കിൽ അല്ല നമുക്ക് ഒരുമിച്ച് പോവാന്ന. അല്ല ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ അല്ല, അത് കഴിഞ്ഞിട്ട് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട്. ക്ലാസ് ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് ഉച്ചയ്ക്ക് പോവാം. പറയാം, റൂമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ഒരു ഫുൾ ബ്ലോക്ക് കണ്ടില്ലേ, ഇത് ഫുള്ള് നമ്മുടെ സ്ഥലമാണ്. ഈ കോളേജിൻ്റെ ഡോമിൻ്റെ സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കുന്ന അവിടെ ഒരു ഫുട്ബോൾ കോർട്ടുണ്ട്, ഒരു ടെന്നീസ് കോർട്ടുണ്ട്. അതൊക്കെ ഞാൻ തുറന്നിട്ട് കാണിച്ചത്. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് അതൊന്നും ഓപ്പൺ അല്ല. കുറച്ച് കാലമായിട്ട് അവർ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയുടെ കാർഡ്, നമ്മളിപ്പോൾ ഒരു കാർഡ് കാണിച്ചു തന്നില്ലേ, ആ കാർഡ് വെച്ചിട്ട് ഇതെല്ലാം ആക്സസിബിളാണ്. നമുക്ക് ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോവാം, അവിടെ സിന്തറ്റിക് ട്രാക്ക് ഉണ്ട്, പിന്നെന്താണ് ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്, ടേബിൾ ടെന്നീസ് കോർട്ടുണ്ട്. സോ ഇത് ഫുൾ ഓൺലി ആക്സസിബിൾ ടു സ്റ്റുഡൻസ്, നമ്മുടെ TUC സ്റ്റുഡൻസ്, അത് കെമിനിറ്റ് സ്റ്റുഡൻസിന് മാത്രമേ ആക്സസിബിൾ ഉള്ളൂ ഇതൊക്കെ. പിന്നെ ഇവിടെ കാണുന്നുള്ള ആൾക്കാർ ഫുൾ ഇവിടുത്തെ സ്റ്റുഡൻസോ ടീച്ചേഴ്സോ റിസർച്ച് അസിസ്റ്റൻസോ ആര് വേണമെങ്കിലും ആവാം. സോ അങ്ങനത്തെ ആൾക്കാരായിരിക്കും ഇവിടെ ഉള്ളവർ ഫുള്ള്. ആൻഡ് സോ കാരണം ഇത് നല്ലൊരു എന്താ പറയുക ക്ലൈമറ്റാണ് ഇന്ന്. ശരിക്കും ഫുൾ വെയിലൊക്കെ ആയിട്ട് കൊള്ളാം. ആക്ച്വലി വിൻ്റർ സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഓടാൻ പോയപ്പോൾ 1 ഡിഗ്രി ആയിരുന്നു. സോ ഇനിയിപ്പോൾ കൂടിക്കൊണ്ടേയിരിക്കും സംഭവങ്ങൾ. ടെമ്പറേച്ചർ വളരെ ഹാർഷാവും. ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം സ്നോഫോളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം സ്നോഫോൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്, നമുക്കറിയില്ല. സോ സ്നോഫോളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്, എന്തായാലും കാണാൻ പോകുന്നത്. സോ ഞാൻ പറഞ്ഞ മാതിരി ഇതാണ് നമ്മുടെ ടെന്നീസ് കോർട്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഇതെല്ലാം ക്ലോസ്ഡ് ആണ്, ഇതൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല. കോവിഡ് ആയതുകൊണ്ട് ഇപ്പോൾ ഇത് ഏകദേശം ഒരു 8 മാസമായിട്ട് ക്ലോസ്ഡ് ആണ്. കണ്ടില്ലേ, ഫുള്ള് ഇലയൊക്കെ ആയിട്ട് ഗ്രൗണ്ടൊക്കെ ഫുള്ള് ഇല, ക്ലീനൊന്നും ചെയ്തിട്ടില്ല, കാരണം ഇത് തുറന്നിട്ടേ ഇല്ല. ഇതൊക്കെ ഇപ്പോൾ തുറക്കുന്നതാണ് ഇവർ പറഞ്ഞത്. ഈ ഒരു ഡിസംബർ ആകുമ്പോഴേക്കും തുറക്കുന്നതാണ് പറഞ്ഞത്. കണ്ടില്ലേ കോർട്ട്, പിന്നെ അവിടെ ബാസ്കറ്റ് ബോൾ കോർട്ട്, അതിൻ്റെ അപ്പുറത്ത് ഫുട്ബോൾ കോർട്ട്. സൂപ്പർ ഗ്രൗണ്ടാണ് ഫുട്ബോൾ ഗ്രൗണ്ട്. പിന്നെ അതിന് ചുറ്റും സിന്തറ്റിക് ട്രാക്കുണ്ട്. ആർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് കളിക്കാം. ഇന്ന ആൾക്ക് കളിക്കാം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവിടെ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഷൂ ഒക്കെ ആയി പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ ചേർത്തും കളിക്കാനൊക്കെ ചേർത്തും, വലിയ സീനൊന്നുമില്ല. സോ വേറൊരു ഫ്രണ്ട് വരുന്നുണ്ട് നമ്മുടെ. സോ പുള്ളിയും വാങ്ങിക്കാൻ പോവാണ് തോന്നുന്നു. They've kept some shirts there. You can ask for your welcome gift. You just show your card. That's it.
If you have a card, show it. Otherwise, show your matriculation first. When my net was gone, I changed. സോ നമുക്ക് നമ്മുടെ റൂമിൽ പോയിട്ട് ഈ കിറ്റ് ഒന്ന് നോക്കാം, ഈ കിറ്റിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പോയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ഞാൻ വന്നപ്പോൾ ഈ സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആക്ച്വലി. ബട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗരറ്റ് വെൻഡിങ് മെഷീനാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, കണ്ടല്ലേ ഓരോരോ സിഗരറ്റിൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു ഇത്. അതെ, ഇത് നമ്മൾ ബേസിക്കലി ഇതിൻ്റെ ഉള്ളിൽ കാശ് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഓരോന്ന് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിഗരറ്റ് വരുന്നതായിരിക്കും. ഓക്കെ, സോ സിഗരറ്റ് വെൻഡിങ് മെഷീനാണ്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സോ എനിവേസ് 70-72 ഇതാണ് നമ്മുടെ സംഭവം. സോ ലെറ്റ്സ് ഗോ. ഗ്ലൗസ് ഒന്നും ഇല്ലാതെ ഇവിടെ അനങ്ങാൻ പറ്റില്ല. തുറക്കും, ഇത്രേ ഉള്ളൂ. സോ ഗൈസ്, നമുക്കിനി എന്താ പറയുക കിറ്റിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഓക്കെ, സോ ഇതാണ് കിറ്റ്. സോ ദ ഫസ്റ്റ് തിങ്ങിനെ എടുക്കാൻ പോവാണ്. എന്താ അത് ഉള്ളിൽ വല്ല ഉണ്ടാവും, ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. ടിഫിൻ ബോക്സ് ആണ് തോന്നുന്നു. സോ ഓക്കെ, സോ ഫസ്റ്റ് വൺ ടിഫിൻ ബോക്സ്. കുഴപ്പമില്ല, യൂസ്ഫുൾ സാധനമാണ്. എന്താ സാധനം? ലൈറ്റ്, ബേസിക്കലി ബൾബ് തന്നെയാണ് തോന്നുന്നു. യെസ്, ഒരു ബൾബാണ്. ഇതെന്താ? ടീഷർട്ട്, കെമിനിറ്റ്സിന്റെ ടീഷർട്ട്. ഓക്കെ, വെയിറ്റ്, 3, 2, 1. ബാക്കിൽ എന്തെങ്കിലും എന്താ പറയുക? യെസ് ഗൈസ്, ഞാൻ ഇവിടെ കുറച്ച് തിരക്കായിട്ടുണ്ട്, നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ. അതാണ് ബെറ്റർ, ബെഡിൽ വെക്കാം. സോ ക്ലീൻ ആയിട്ട് മനസ്സിലാവും എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇതെന്താ സാധനം? എന്തോ ആണിത്. ആ, ബേസിക്കലി എന്താണിത്? ബ്ലഡ് ഡൊണേഷനോ എന്തോ, സംതിങ് റിലേറ്റഡ് ടു സംതിങ്. റെഡ് ക്രോസ്, ബേസിക്കലി റെഡ് ക്രോസ് ആണിത്. റോട്ടസ് ക്രോസ് എന്ന് പറഞ്ഞിട്ട് എഴുതിൻ്റെ അതാണ് തോന്നുന്നു, എനിക്കറിയില്ല. നെക്സ്റ്റ്, ഡയറി അടിപൊളി. ഇതിലെന്തൊക്കെയോ ഉണ്ട്. ഇവിടുത്തെ കൾച്ചർ, അതിൻ്റെ ഓരോ സാധനങ്ങൾ, ഓഫേഴ്സോ എന്തൊക്കെയോ ഉണ്ട്. നല്ലൊരു ഡയറിയാണ്. ഇതെന്താ ഇങ്ങനെയുള്ളത് ഡയറി? ഇതിലെങ്ങനെയാണ് നമ്മൾ എഴുതുക? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, LKG UKG മാത്സ് എഴുതിയിട്ടുണ്ടാവും, അതേമാതിരത്തെ ഒരു സാധനമാണിത്. കുഴപ്പമില്ല, പൊളി സാധനം. സോ താങ്ക് യു. സം പേപ്പർ വർക്ക്സ് എന്തൊക്കെയോ ഉണ്ട് ഇതിൽ. സെമിസ്റ്റർ എന്തൊക്കെയോ അഡ്വർടൈസ്മെൻറ്റ്സ്, ഇവിടുത്തെ കൾച്ചർ, ഇവിടെ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ആയിരിക്കും മേ ബി. ഓ, യൂണി ഷോപ്പ്, ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ ആ ഷോപ്പ്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോളേജിൻ്റെ ഉള്ളിൽ തന്നെ കോളേജിൻ്റെ ഒരു ഷോപ്പ്. സോ ഇത് മൂന്നും കൂടി 40 യൂറോയേ ഉള്ളൂ. 40 യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്രയായി? 3600 റുപ്യ. ചീപ്പ്, പിന്നെ അല്ല, 3600 റുപ്യ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു, ഈ ഒരു കവറ്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഇതിൽ ഫുൾ പേപ്പർ വർക്ക്സ് ആണല്ലോ. സിട്രോണ്, ഇതെന്താ? ഓ ഗായ്സ്, ഞാൻ പെട്ടെന്ന് ഇത് വേറെന്തോ വിചാരിച്ചു. ഇതൊരു പൗഡറാണ്. ഇത് എനർജി ഡ്രിങ്ക് മാതിരി, വൈറ്റമിൻ. കണ്ട, ഓനെ സൂക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഷുഗർ ഇല്ല,
ഓന കാലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലറിയും ഇല്ല, കലോറിയൻ. സോ കൂൾ ആൻഡ് ലെക്കർ മീൻസ് കൂൾ ആൻഡ് ടേസ്റ്റി ആക്റ്റീവ് ബേസിക്കലി. സോ താങ്ക് യു ഫോർ ദിസ്. നിൻ്റെയൊക്കെ എക്സ്പയറി നോക്കണം, ഇല്ല ഉണ്ടാവും. സോ ബേസിക്കലി ഇതൊരു സൂപ്പർ. താങ്ക് യു. നെക്സ്റ്റ് നിവിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻവിസിബിൾ ഫ്രഷ്. സോ ദിസ് ഗോസ് ഹിയർ. പിന്നെ എന്താണ് ഉള്ളത്? സോറി, നോ യൂസ്. I know. What, yeah? I know. I am your best friend. Okay. Please? Okay. Okay. Okay? ഇത് பண்ணு. ഒരു ആഞ്ജനേയ അടിമയെ പാട്ട് ഇതെല്ലാം തരപ്പെടുമാ. യോ ജേക്കബ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു സാമ്പിൾ തന്നിട്ടുണ്ട്. ബേസിക്കലി ഇതെന്താണിത്? യെസ്, കോഫിയാണ് തോന്നുന്നു, കോഫി പൗഡർ. നമുക്കിത് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ പറയാം. സോ ഇതെന്താ? ഓ ഓക്കെ, സാനിറ്ററി പാഡ്. സോ we'll give it to someone who's using it. So basically sanitary pads തന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ പരസ്യം മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ ഒന്നും കണ്ടില്ലല്ലോ ബാറൊന്നും. അപ്പോൾ സാധാരണ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പരസ്യത്തിൻ്റെ കൂടെ ഈ സാധനം ഉണ്ടാവും. മേ ബി ഉള്ളിൽ എവിടെയും വീണുണ്ടാവും തോന്നുന്നു, എനിക്കറിയില്ല, നോക്കാം. ഇതെന്താണിത്? ഇമർ ലെക്കർ പാർട്ടി ഓൺ എ മിഷ് ബിറ്റർ. എന്തോ ആണിത്, എന്താ അറിയില്ല. അതെന്തോ ഇതേമാതിരി കൂളർ, എന്തോ ഇതേമാതിരി ഒരു സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ കമ്പനിയുടെ സാധനമാണ്. മേ ബി ഇതിനൊക്കെ ഓഫർ കിട്ടുമായിരിക്കും സ്റ്റുഡൻസിന്, എനിക്കറിയില്ല. പിന്നെന്താ എന്താ സാധനം? സൂണസ്റ്റ് ഓഫറിൻ ഫോർ ആലസ്. എന്താ ഇത് സാധനം? ഒരു ബോട്ടിലിൻ്റെ എന്തോ ആണിത്, ഒരു ക്യാപ്പ് മാതിരി ഉണ്ട്. സത്യം പറഞ്ഞാൽ എന്താ അറിയില്ല, ഇത് നോക്കേണ്ടി വരും. മേ ബി ഈ ഒരു കമ്പനി ആയിരിക്കും ഇത്, എനിക്കറിയില്ല. ഇതെന്തോ ആണ്. സോൺസ്റ്റ് ഓഫൻ ഫോർ ആലസ്, എനിക്കറിയില്ല. ഒരു പോക്കറ്റ് ഡയറി കിട്ടി. ഇൻ ദ സെൻസ് ഒരു ജസ്റ്റ് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് ബേസിക്കലി. അതാണത് ഈ സാധനം. ചെറിയൊരു ഡയറി മാതിരി ഒരു സാധനം. പിന്നെന്താണ്? 12 മൊണാട്ടെ ലേസൻ നോർ ഐനൻ സാലൻ നോർ, 20 euro എക്സ്ക്ലൂസീവ് ഫോർ സ്റ്റുഡൻറ്റ്. എന്താ സാധനം ഇത്? 2 million ആർട്ടിക്കിൾ. ഓ ബേസിക്കലി ഓക്കെ 12 മാസത്തെ ഓഫ് ദി വിസൻ. അതായത് ബേസിക്കലി നിങ്ങൾക്ക് ഇതൊക്കെ അറിയില്ലേ, ഓരോരോ ഈ ജേർണൽസും കാര്യങ്ങളൊക്കെ അതിനായിരിക്കും മേ ബി. സോ അതിനൊരു സാധനം 20 euro ഉള്ളൂ ഒരു കൊല്ലത്തിന്. സോ യു ക്യാൻ ആക്സസ്. ഇതെന്തത്? ഓ ബേസിക്കലി യാ നമ്മുടെ തുണിക്കൊക്കെ കണ്ടീഷണർ മാതിരി ഇടില്ലേ, അതാണിത്. 2 പാക്കറ്റ്, അതാണിത്. കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ മാതിരി ഒരു സാധനം. ഓക്കെ, നിവിയയുടെ എന്താ ഇത്? ഷാംപൂ. താങ്ക് യു. ഇവിടെ ഷാംപൂ ഉണ്ടായിരുന്നില്ല. സോ ഒരു ഷാംപൂടെ സാഷേ തന്നിട്ടുണ്ട്, നല്ല കാര്യം. പിന്നെ ഇതിലും ചെറുത് തരായിരുന്നു. ഇതെന്താ? ഓയിൽ. സോ ഇതിൻ്റെ ഒരു സാമ്പിൾ തന്നിട്ടുണ്ട്, ഓയിൽ. നമുക്ക് മൊയ്റ്റോ ആണ് ഇത് ബേസിക്കലി. ടെക്കീല മിൻറ്റ് ആൻഡ് ലൈം. ആൽക്കഹോൾ 5.9% ആൽക്കഹോൾ ഉള്ള സാധനമാണിത്. സോ லிக்கர் ட்ரிங்கிங் இஸ் இன்ஜூரியஸ் டு ஹெல்த். மது அருந்துதல் உடல்நலத்திற்கு கேடு விளைவிப்பதாகும். സോ ദിസ് ഈസ് ദ തിങ്. മാറ്റി വയ്ക്കാം. ഓക്കെ, ഈ കിസ്സസ് മാതിരി ഒരു ചോക്ലേറ്റ് ആണ്. ഇതിപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ വെക്കണം. സോ താങ്ക് യു ചോക്ലേറ്റ്. ഇതെന്താണെന്ന് അറിയില്ല, ഇത് അൺബോക്സ് ചെയ്യണം. യൂട്യൂബിൽ കണ്ടിട്ടില്ല ഒറ്റക്കൈ ആൾക്കാർ കഷ്ടപ്പെടുന്നത്, അതേമാതിരി നമുക്കും ചെയ്യാം. ഇതെന്തോ ആണ്, ഇതെന്താണെന്നൊന്നും അറിയില്ല.
ഏയ് കൊള്ളാടാ, എന്തോ ഒരു സാധനമാണ്. ഓ എനിക്ക് തോന്നുന്നു ഇതും ഒരു ലൈറ്റ് അല്ലേ, ഗ്ലാസോ എന്താ സാധനം ഇത്, കപ്പോ? ഓക്കെ കേട്ടോ, ചെയ്യാൻ പറ്റില്ല. ഇതെന്താണെന്ന് നോക്കാം നമുക്ക്. യെസ്, ഇതൊരു ഗ്ലാസ് ആണ് ബേസിക്കലി, ഉള്ളിൽ ഇതൊക്കെ ആയിട്ട്. സോ താങ്ക് യു ഗ്ലാസ്. ഓക്കെ നൈസ്. എന്താ സാധനം ഇത്? യെസ്, മൈൽസ് എന്തോ ഒരു ടാഗ് തന്നിട്ടുണ്ട്. മേ ബി സ്റ്റുഡൻറ്റ് ID കാർഡ് ഇടാനായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ഇതിൽ TU കെമിറ്റ്സ് ഒന്നുമില്ല, അത് വേറെ എന്തിൻ്റെയോ ആണ്. സോ അതിക്കട്ടെ. ഇതെന്താ സാധനം? സത്യം പറഞ്ഞാൽ ഇത് എന്താണെന്ന് അറിയില്ല, പക്ഷെ ഇതെന്തോ ആണ്. പ്രോട്ടീനൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്തോ കഴിക്കാനുള്ള സാധനമാണ്. ഇതിപ്പോൾ തന്നെ തുറന്ന് കഴിക്കാം. മ്യൂസിക്, ബിഗ് ബാൻഡ്, ഇതിനെ കുറിച്ച് എന്തൊക്കെയോ ഇട്ടുണ്ട്. ആൻഡ് ദെൻ TU കെമിറ്റ്സിനെ കുറിച്ച് സ്റ്റാർട്ട് പ്ലാൻ. ബേസിക്കലി ഈ TU കെമിറ്റ്സിനെ കുറിച്ച് എന്തൊക്കെ അറിയാൻ പറ്റുമോ എല്ലാം ഇതിൽ അറിയാം. അതായത് കെമിറ്റ്സിനുള്ളിൽ എന്തൊക്കെ ഉണ്ട്, ഷോപ്സ്, കാര്യങ്ങൾ ഓരോന്ന് വാങ്ങിക്കാൻ, ഇവിടുത്തെ സകല സാധനങ്ങളും ഇതിൽ കിട്ടും. സോ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇവിടെ വയ്ക്കാൻ. ലിസ്റ്റ് ഓഫ് നൈൽസ് കെമിറ്റ്സ്, ഹ്യൂമൻ റിസോഴ്സസ് എന്തോ ആണിത്, എന്തോ സം കാർഡ്, അതിൻ്റെയാണ് ഈ സാധനം. ഐ ഡോണ്ട് നോ, സംതിങ്. ഇതെന്താ, ഇതെന്താ അറിയില്ല, നോക്കണം. വിൽക്കോമൻ, ഫുൾ ജർമ്മനിലാണ് എഴുതിയിരിക്കുന്നത്. ഓ ഓക്കെ, ഗാർഡൻ മാരിയാണിത്, അങ്ങനെന്തോ സംഭവമാണ് തോന്നുന്നു. അഗെയിൻ ഒരു ഇതുമാതിരി കിട്ടി, ഡയറി മാതിരി കാര്യങ്ങളൊക്കെ ഇതിൽ അതായത് ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ കൊള്ളാം. ഫൈനലി ഒരു കീ ചെയിൻ ഓഫ് ദാറ്റ്, ഇത് കൊള്ളാം, പൊളിയായിട്ടുണ്ട് ഈ സാധനം. ദെൻ ഇനി എന്താ ഉള്ളത്? സുഗർ ഫ്രീ ഫ്രൈ പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ഫ്രീ ഓന് ടൗറിൻ കൺസർവേൻ, എന്താ ബേസിക്കലി കൺസർവേറ്റീവ്സ് ഒന്നും ഇല്ലാന്ന് ആച്ചി, ഇതൊന്നും കെമിക്കൽസ് ഒന്നും ഇല്ലാന്നാണ് പറയുന്നത്. സോ ഇതെന്തായാലും ട്രൈ ചെയ്യാം. വൈറ്റ എനർജി കൊള്ളാം. പിന്നെ ഈ ബാഗിൽ നിന്ന് ഓരോന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്താ, ഫൈനലി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഒരു സാധനം കൂടിയുണ്ട്, ആലിയാൻസ്, ഒരു പെന്നും കോംപ്ലിമെൻ്ററി, അതിൻ്റെ ഒരു ടിക്കറ്റ് എന്തോ, ഓൾ ഏരിയ ടിക്കറ്റ്, ബി ഫ്രീ എന്തോ സാധനമാണിത്. സോ ഇപ്പോൾ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. സോ ഇത്രയും സാധനങ്ങളാണ് എനിക്ക് കോളേജിൽ നിന്ന് കിറ്റിൽ നിന്ന് തന്നത്. സോ താങ്ക് യു TU കെമിറ്റ്സ് ഫോർ ദിസ് സ്വീറ്റ് ഗെസ്റ്റർ. ആൻഡ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടീഷർട്ട് ഇതും തന്നു തന്നെയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇനി നമുക്ക് എൻ്റെ റൂം ടൂർ കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു ഇപ്പോൾ എന്താ പറയുക ഒരു വീഡിയോ ചെയ്യാം. അതുവരയ്ക്കും ദിസ് ഇസ് ബൈസെപ്പ് മണി സൈനിങ് ഓഫ്. ബൈ.